എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. എനിക്ക് കിട്ടിയതെല്ലാം ഭാഗ്യമായിട്ട് വിചാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ ജോലിയായിരുന്നു, അഭിനയിക്കണം എന്നുള്ളതായിരുന്നു. അതിപ്പോൾ ഒരു പാസിങ്ങിന് വിളിച്ചാലും ഞാൻ ഓടിപ്പോവും. ഡയലോഗൊന്നുമില്ല, പാസിങ് മതി മതി ഏട്ടാ അതിലും പോകും. അന്ന് ഞാൻ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആണല്ലോ. പിന്നെ അവിടുന്ന് 2-3 കൊല്ലമൊക്കെ ഈ 2 ഡയലോഗ് എന്നുള്ളത് 4ആയി 5ആയി അങ്ങനെ കയറി വന്നതാ. പെട്ടെന്ന് അറിയുന്നത് ബാഹുബലി ചെയ്തപ്പോൾ അതിൽ ഏഷ്യാനെറ്റിൽ ആദ്യം വന്നത് ബാഹുബലിയുടെ ഒരു സ്കിറ്റ് ചെയ്യാനാണ്. അപ്പൊ അതില് രമ്യാകൃഷ്ണന്റെ റോളായിരുന്നു എനിക്ക് തന്നെ. അത് മീൻചട്ടി തലയിൽ വെച്ചിട്ട് വരുന്ന അപ്പൊ അത് ക്ലിക്കായി. ഇപ്പൊ സിദ്ദിഖ് സാർ എന്നെ കണ്ട വഴിക്ക് പറഞ്ഞു, വിശ്വാസം വന്നില്ല അല്ലേ? ഇല്ല സാറേ, ഞങ്ങൾ സോറി സാർ, സിദ്ദിഖയ്ക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു സോറി സാർ, ഒന്നും വിചാരിക്കല്ലേ. ഞാൻ ഒന്നാമത് നയൻതാരയും മമ്മൂക്കിയൊക്കെ ഉള്ളിടത്തേക്ക് നമ്മളെ വിളിക്കുക പറയുമ്പോ ഞാൻ ഒട്ടും വിശ്വസിച്ചില്ല. മനസ്സിലായി അതല്ലേ രണ്ടാമത് വിളിപ്പിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ അത് പോയി ചെയ്തു. ഞാൻ വീട്ടുപണിക്ക് നിൽക്കുമായിരുന്നു, അമ്മയും വീട്ടു ജോലിക്ക് പോയായിരുന്നു, ഞാനും വീട്ടു ജോലിക്ക് പോയായിരുന്നു. എന്നിട്ടാ സ്കൂളിൽ പോയിരുന്നത്. അപ്പൊ അത്രയും 0 ലെവലിൽ നിന്നിരുന്ന ഞാൻ ഇത്രയെങ്കിലും എത്തിയില്ലേ എന്ന് ആലോചിക്കുമ്പോൾ അവിടെ ഉള്ള എല്ലാവർക്കും ഭയങ്കര നമ്മൾ എന്ത് തരം മൂഡിലാണെങ്കിലും അതിൽ നിന്ന് നമ്മളെ മാറ്റി ഒന്ന് എലിവേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് കോമഡിക്ക്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എപ്പോഴും കോമഡി ആർട്ടിസ്റ്റുകളോട് ഒരു പൊടി ഇഷ്ടം കൂടുതൽ അല്ലേ. ഇന്ന് അത്തരത്തിൽ നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുന്ന ഒരാളുണ്ട് എൻ്റെ കൂടെ, മായ കൃഷ്ണ. ഹായ് മായ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ, ഭയങ്കര സന്തോഷത്തിലാണ്. എന്താണ് ഒരു കാര്യം? എനിക്ക് ഒത്തിരി ആങ്കർമാർ ഇഷ്ടമുള്ള ഒരു മനസ്സിലുണ്ട്. അതില് ഒരാളാണ് റാണി ചേച്ചി. എന്നെ ഫസ്റ്റ് വിളിച്ചപ്പോൾ തന്നെ റാണി ചേച്ചി തന്നെ ആണോ? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുറച്ച് പേരിൽ ഒരാളാണ്. ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് ഒരു പക വീട്ടാനും ഉണ്ട്, വീട്ടും ഞാനത് ഒരു ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കിയപ്പോ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു അത് ഞാനല്ല, എന്നെ കുറിച്ചല്ല, മറ്റാരുമാണ്. അന്ന് ഞാൻ ചമ്മി മാറി. ഇനി ജന്മത്ത് ഞാൻ ഇവരെ കൺമുന്നിൽ പോണില്ല. ഇല്ല, പിന്നെ അതൊക്കെ ശീലായി. ഇപ്പൊ മനസ്സിലായില്ലേ എന്തോ ഒരു തെറ്റുകാരനായിരുന്നു? അല്ല, അന്ന് വേറൊരു മൂഡിലായിരുന്നു. സന്തോഷിക്കാൻ പറ്റിയൊരു സ്ഥലത്തല്ല നമ്മൾ കണ്ടത്. പക്ഷെ ഞാൻ പെട്ടെന്ന് ചേച്ചിയെ കണ്ടപ്പോഴേ, നമുക്ക് ഇഷ്ടപ്പെട്ടവരെ പെട്ടെന്ന് കാണുമ്പോഴേ നമ്മൾ അത് മറക്കുമല്ലോ, എവിടെയാ നിക്കണേന്നുള്ളത് മറന്ന് നമ്മൾ ചിരിക്കുമല്ലോ. അപ്പൊ ചിരിച്ചില്ല. അപ്പൊ കണ്ണൊക്കെ കുറഞ്ഞിട്ട് ആ ചിരി ഞാൻ അറിഞ്ഞിട്ടില്ല. പോട്ടെ, കാര്യത്തിലേക്ക് വരാം. എന്തായാലും ഇപ്പൊ അതെ, നമ്മളിപ്പോ ഇന്നാണ് ആദ്യമായിട്ട് നേരിൽ കാണുന്നത്. പക്ഷെ ഇപ്പോഴാണെങ്കിലും ആദ്യം മുതൽ സംസാരിക്കുമ്പോഴൊക്കെ മായ എപ്പോഴും ഇങ്ങനെയാണ്. മായ ചിരി വെതറുക എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ലിറ്ററൽ മലയാളത്തിൽ പറഞ്ഞ വള്ളി പൊട്ടിയ കേസ് കിളി പോയ കേസ്. ഒറ്റ മൂടുള്ളൂ എനിക്ക്. അതെന്താ എനിക്കും അറിയാൻ വയ്യാട്ടോ. അപ്പൊ മൂഡ് ശരിയല്ല അങ്ങനെയൊക്കെ പറയില്ല. അങ്ങനത്തെ പ്രശ്നമില്ല, നമുക്കിതൊന്നേ ഉള്ളൂ. ആകെ ഈ ഒരു സംഭവമേ ഉള്ളൂ. അത് ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു മായ ഇപ്പൊ ഞങ്ങൾ ഈ കാണുന്ന ഈ മായ ആദ്യം മുതലേ ഇങ്ങനെയാണോ? ഞാന് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലും. പക്ഷെ അന്നും ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ഈ ബുദ്ധിമുട്ടുകളെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം ചിരിച്ചു തുടങ്ങിയിട്ടാണോ ചിരിയിലേക്ക് വരണം എന്ന് തോന്നിയത്? അല്ല, എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ചിരിയാണോ കരച്ചിലാണോ അങ്ങനെയില്ല. എനിക്കൊന്ന് പാസ് ചെയ്യാൻ കിട്ടിയാലും മതി. ഞാൻ എല്ലാവരും വിളിക്കുമ്പോൾ ചേട്ടാ എന്ത് പാസിങ് ആണെങ്കിലും വിളിക്കണേ. അതിപ്പോ എന്താ അങ്ങനെ ഒരു തോന്നൽ വരാൻ കാര്യം? അഭിനയിക്കണം? അയ്യോ, എനിക്കത് അറിയില്ല എന്തുകൊണ്ടാ. ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടോ? ഇല്ല, അത് എനിക്ക് തോന്നുന്നത് എനിക്ക് തമിഴിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു എല്ലാവർക്കും ചാനലിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ബ്രാഹ്മിൻസിന്റെ വീട്ടിൽ നിൽക്കുമായിരുന്നു. അവരുടെ ഹെൽപ്പിന് ജോലിക്ക് വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു ചെറുപ്പത്തിലെ. നമുക്ക് അതിന്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നൊരു 4ാം ക്ലാസ് മുതൽ ഞാൻ ആ വീട്ടിലാണ്. ആ വീട്ടിലൊരു അംഗത്തെ പോലെ. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന പണി ചെയ്യും. പാത്രം കഴുകുക, വൃത്തിയാവില്ല. പക്ഷെ അവർക്കൊരു അവരുടെ മക്കളൊക്കെ പുറത്താ, അമേരിക്കയിലും അവിടെയൊക്കെയാണ്. അപ്പൊ അവർക്കൊരു കുട്ടി അങ്ങനെ വേണോ, ഞാൻ അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ അവിടുത്തെ മുത്തശ്ശൻ എങ്ങനെയാ വെച്ചാൽ സൺ ടി ബ്രാഹ്മണരാണല്ലോ, അവര് സൺ TV വെക്കും, സീരിയല്, സിനിമ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ അത് കണ്ടിട്ടാന്ന് തോന്നുന്നു അങ്ങനെ അഭിനയിക്കണം. തമിഴ് പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്കും അതുപോലെ അഭിനയിക്കണം എന്നൊക്കെ അങ്ങനെ ഒരു തോന്നൽ. പക്ഷെ തൃശ്ശൂരല്ലേ സ്ഥലം?
അല്ലെ? അപ്പൊ അവിടുന്ന് അന്ന് പിന്നെ മായ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇങ്ങനത്തെ ഇന്നിരിക്കുന്ന ഈ മായയിലേക്ക് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ നമുക്ക് അങ്ങനെ എപ്പോഴും ഒരു സ്വപ്നം വരുന്നു ഇതുപോലെ ഞാനും എന്നുള്ള. ഞാൻ പോസ്റ്റർ അടിക്കുന്ന ചേട്ടന്മാരോട് വരെ ചോദിച്ചിട്ടുണ്ട്, അമ്മ ഒന്ന് ചോദിക്കുക. എൻ്റെ വിചാരം ലാലേട്ടൻ്റെ ഒക്കെ പടം ഒട്ടിക്കുമല്ലോ വലിയ പോസ്റ്റർ. അപ്പൊ എൻ്റെ വിചാരം അവരെടുത്ത് പറഞ്ഞാൽ മതി സിനിമയിൽ അഭിനയിക്കാൻ, മോഹൻലാലിന്റെ അടുത്ത് നിൽക്കുന്നവരെ അവരെന്നാ എൻ്റെ വിചാരം. അപ്പൊ ഞാൻ നമ്മുടെ അടുത്ത് പറയും, അമ്മ നമുക്കൊന്ന് ചോദിക്കാം, അമ്മ കിട്ടും അമ്മ, അവര് വാങ്ങിച്ചു തരും അമ്മ എന്നൊക്കെ പറയുമ്പോ അമ്മ അതെ അവര് ഏതാണ് പോസ്റ്റർ ഒട്ടിക്കാൻ വരുന്നവരടുത്തൊക്കെ നമ്മളെങ്ങനെ ചോദിക്കുക എന്നിട്ട് അമ്മ എന്നെ അപ്പൊ കുറെ ചീത്ത പറയും. എന്റെ വിചാരം അവരടുത്ത് ചോദിച്ചാൽ നമുക്ക് സിനിമ കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഈ തോന്നലിന് എങ്ങനെയാണ് മായ ഇതിലേക്ക് ഈ ഒരു ഞാൻ അപ്പോഴും ഡാൻസ് പഠിച്ചിരുന്നു. നല്ല ഡാൻസറാണ്. നല്ലത് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഡാൻസ് പഠിച്ചിരുന്നു. അപ്പൊ അങ്ങനെയാണ് മഴവിൽ മനോരമയില് ആലപ്പുഴയിൽ ഒരു സിനിമാറ്റിക് ഒക്കെ നമുക്ക് ഈ സ്റ്റേജ് ഷോക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു മാസ്റ്റർ ഉണ്ട്, റെജി മാസ്റ്റർ എന്ന് പറയും. പുള്ളി ഇപ്പോൾ ഫ്ലവേഴ്സിലൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന സാറാണ്. അപ്പൊ അപ്പൊ അന്ന് മനോരമ തുടങ്ങുന്നേ ഉള്ളൂ, മഴവിൽ മനോരമ എന്ന് പറയുന്ന ഒരു ചാനൽ തുടങ്ങുന്ന സമയം. അപ്പൊ അതിൽ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു അതിലേക്ക് നമ്മളിങ്ങനെ സ്കിറ്റിന്റെ ഇടയിലൊക്കെ ഡാൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോണേ. ഡാൻസറായിട്ടാണ് ശരിക്കും വന്നത്. അപ്പൊ സ്കിറ്റിന്റെ അന്ന് ഒന്നും നമുക്ക് അറിയില്ല, ഇഷ്ടമാണ്. അപ്പൊ ഇവര് സ്കിറ്റൊക്കെ ഇങ്ങനെ അഭിനയിക്കുക, പാഷാണ് ഷായി ചേട്ടൻ, ഹരീഷ് ഖാന അവരൊക്കെ വന്ന ഒരു സമയം. അപ്പൊ അവരൊക്കെ സ്കിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ ഡാൻസ് കളിക്കാനാണ് നമ്മളെ വിളിച്ചിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഇവർ സ്കിറ്റ് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഹൈറ്റും വെയിറ്റും ഉള്ള കുട്ടി വേണമായിരുന്നു. അപ്പോൾ ഈ ഡാൻസേഴ്സിൽ ആരും ഹൈറ്റും വെയിറ്റും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ എന്നെ ഒരു പകരക്കാരിയായിട്ട് ഒരു സ്കിറ്റിൽ അത് റെക്കോർഡിങ് സ്കിറ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം ഞാൻ ലിപ്പൊക്കെ കറക്റ്റായിട്ട് പഠിച്ച് അങ്ങ് കയറി ചെയ്തു. ലിപ്പൊന്നും കുഴപ്പമില്ലാതെ അങ്ങനെ ചെയ്തപ്പോൾ ഒരു ചേച്ചി അങ്ങനെ നോട്ട് ചെയ്തു. അപ്പൊ ചേച്ചിയാണ് ആദ്യമായിട്ട് സിദ്ദിഖ് സാറും പക്രു ചേട്ടൻ. അപ്പൊ അവര് പറഞ്ഞു അതേതാ പുതിയത്, അത് കൊള്ളാലോ, കുഴപ്പമില്ലല്ലോ, ചെയ്യുന്നുണ്ട്, അപ്പോൾ നല്ല ഡാൻസർ. അപ്പൊ അവര് ചേട്ടന്മാർ വിചാരിച്ചു എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റ് അല്ലല്ലോ, പിന്നെ എന്തേലും അവരെ മാർക്ക് പോവേ, നമ്മൾ സപ്പോർട്ടിങ് ആണ്, പക്ഷെ നമ്മളും കൂടെ തെറ്റിക്കഴിഞ്ഞാൽ അവരുടെ മാർക്ക് പോവും. അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നു ആ മത്സരം. അപ്പോൾ പറഞ്ഞു അല്ല അത് ആർട്ടിസ്റ്റ് ചേർത്തലയുള്ള ഒരു കുട്ടീനെ വിളിച്ചിരുന്നത്, അപ്പോൾ ആ കുട്ടിക്ക് പറ്റിയില്ല പെട്ടെന്ന് വരാൻ, അപ്പോൾ ഇവളെ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ അല്ല അവൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചേ, അപ്പം ഇനി ഡാൻസിൽ അധികം നിർത്തണ്ട, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഷം കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് പിന്നെ അവിടുന്ന് കുറച്ച് ആൾക്കാർ മെയിൻ വേഷമൊന്നും തരില്ല, കാരണം അവരെ മാർക്ക് പോവുമല്ലോ നമ്മൾ തെറ്റിച്ചാല്. കുറച്ചൊക്കെ തരും, ഇപ്പൊ പാസ് ചെയ്യണത് അല്ലെങ്കിൽ ഒരു ഡയലോഗൊക്കെ പറഞ്ഞു പോണ ഇത്, അതൊക്കെ നമുക്ക് നമ്മൾ അന്ന് മഞ്ജുവാരിയുടെ ആയിരുന്നു. ഒരു ഡയലോഗ് കിട്ടി, ഒരു ഡയലോഗ്, അത് ഭയങ്കര സന്തോഷമായിരുന്നു അന്ന്. ഇപ്പൊ അങ്ങനെ അല്ലാതെ മായയുടെ ഒരു ഐഡന്റിറ്റി തരുന്ന പോലത്തെ ഒരു ക്യാരക്ടർ ആദ്യം ചെയ്യണത് എപ്പോഴാണ് ഇങ്ങനത്തെ സ്കിറ്റുകളിൽ ആദ്യം കുറേ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആണല്ലോ. പിന്നെ അവിടുന്ന് 2-3 കൊല്ലമൊക്കെ ഈ മനോരമയിൽ എന്നെ നിന്ന് പിന്നെ 2 ഡയലോഗ് എന്നുള്ളത് 4ആയി 5ആയി അങ്ങനെ കയറി വന്നതാ. പിന്നെ ചെയ്യുന്നത് ഏഷ്യാനെറ്റ് വിളിച്ചപ്പോഴാണ് നമുക്ക് കുറച്ച് ഇത് കിട്ടിയത്, ഐഡന്റിറ്റിയുള്ള കഥാപാത്രങ്ങളിലേക്ക് കൂടുതൽ പെട്ടെന്ന് അറിയുന്നത്. ബാഹുബലി ചെയ്തപ്പോ അതിൽ ഏഷ്യാനെറ്റിൽ ആദ്യം വന്നത് ബാഹുബലിയുടെ ഒരു സ്കിറ്റ് ചെയ്യാനാ. അപ്പൊ അതില് രമ്യ കൃഷ്ണന്റെ റോളായിരുന്നു എനിക്ക് തന്നെ. അന്ന് കുറച്ചുകൂടെ വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ശിവകാമിയുടെ ഒരു റോളാണ് എനിക്ക് തന്നെ, അത് മീൻചട്ടി തലയിൽ വെച്ചിട്ട് വരുന്ന. അപ്പൊ അത് ക്ലിക്കായി. ക്ലിക്കായപ്പോ മായ കുഴപ്പമില്ല ചെയ്യാൻ. അപ്പൊ ചേട്ടന്മാർക്കൊക്കെ ഒരു വിശ്വാസം വന്നു, കൊടുത്താ ചെയ്യുന്നുണ്ട് എന്ന്. അങ്ങനെയാണ് പിന്നെ കൂടുതൽ വരാൻ തുടങ്ങിയത്. ഈ ഒരു ഇത് ചെയ്യുമ്പോൾ അപ്പൊ തൊട്ടാണോ മായ മറ്റുള്ള ആളുകൾ, അതായത് വ്യൂവേഴ്സ് അറിഞ്ഞു തുടങ്ങിയത്? അത് ഏഷ്യാനെറ്റ് വന്നതിന് ശേഷം. കാരണം മറ്റേലൊക്കെ കുഞ്ഞു റോള് ചെയ്ത് അങ്ങ് പോവായിരുന്നു. ഏഷ്യാനെറ്റാണ് കൂടുതലും ആൾക്കാരും അന്ന് കണ്ടിരുന്നത്. അതായതുകൊണ്ട് കോമഡി സ്റ്റാർസ് ഒക്കെ അന്ന് കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമ്മള് ഇത്രയും നമുക്കൊരു സ്റ്റേജ് കിട്ടിയപ്പോ ആൾക്കാർ പിന്നെ നോട്ടീസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ തൃശ്ശൂര് എന്താ പറയാ, അമ്മയും മോളും മാത്രമായിട്ടുള്ള ഒരു ലൈഫ്, അവിടുന്ന് നമുക്ക് ഉണ്ടാവാൻ, അങ്ങനെ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ലാത്തൊരു സ്വപ്നം, അത് കാണുന്നു. ആ സ്വപ്നത്തിന്റെ ശക്തി കൊണ്ട് പ്രപഞ്ചം നമ്മളെ അതിലേക്ക് കൊണ്ട് എത്തിക്കും. അതെ, നമ്മൾ ഒരുപാട് തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതിലേക്ക് എത്തിപ്പെടും എന്ന് പറയും. അതെ. അപ്പോ മായ ജീവിക്കുന്നത് മായയുടെ സന്തോഷങ്ങൾ കൂടെയാണ്. പക്ഷെ മായ വന്നൊരു ചുറ്റുപാടുണ്ട്.
കാരണം ഒരു പക്ഷേ മായ ചെറിയ കുട്ടിയാകുമ്പോ കണ്ടപ്പോ ഇവളെന്ത് നടിയാ, എനിക്കറിയില്ല, അങ്ങനെ ആളുകൾ പറഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറഞ്ഞു. അത് അന്ന് ചെറുപ്പല്ലേ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർമാർ വെച്ചാലും ഞാൻ പറയും എനിക്ക് അഭിനയിച്ചാൽ മതി എന്ന്. എനിക്ക് അറിഞ്ഞൂടെ എന്താണ്. അപ്പൊ എല്ലാ കുട്ടികളും പറയും ടീച്ചറായാൽ മതി, അങ്ങനെ ഡോക്ടറായാൽ മതി. ഞാൻ പറയും അഭിനയിച്ചാൽ മതി എന്ന്. അപ്പൊ അവരെല്ലാവരും പറയും മായ അഭിനയിക്കണമെങ്കിൽ ഒക്കെ നല്ല ഭംഗി വേണം, കളറ് വേണം, മായ എങ്ങനെയാ അഭിനയിക്കണം, ആരാ വിളിക്കാന്നൊക്കെ ചോദിച്ചു. എനിക്ക് അതൊന്നും അറിയില്ല, എനിക്ക് അഭിനയിച്ചു. ആ മേക്കപ്പ് ഉണ്ടല്ലോ, കോൺഫിഡൻസ് മേക്കപ്പ് ഉണ്ടല്ലോ, അപ്പോഴും ഞാൻ ഇതിലെത്തുന്നൊന്നും വിചാരിച്ചിട്ടില്ലേ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. അന്ന് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പൊ റീൽസ് ആണെങ്കിലും നമ്മുടെ ചെറുപ്പത്തിലൊന്നും നമുക്ക് TV കാണാനൊന്നുള്ള സൗകര്യമേ ഇല്ല. നമുക്ക് ആകെ ഒന്നാമത് വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ 4 മണിക്കൊക്കെ ഒരു സിനിമയാണ് വെക്കുക. രാവിലെ തൊട്ടേ ഞാൻ മുത്തശ്ശനോട് പറയും, മുത്തശ്ശ 4 മണിക്ക് സിനിമ ഉണ്ട്, TV ഒന്ന് വെക്കാൻ സമ്മതിക്കണേ. നമുക്ക് TV ഇല്ലല്ലോ. അപ്പം രാവിലെ ബുക്ക് ചെയ്ത് വെക്കും ഞാൻ, എനിക്ക് TV ഒന്ന് വെക്കട്ടെ. അപ്പൊ മണിച്ചിറത്താഴൊക്കെ ആവും വരിക. അപ്പൊ മുത്തശ്ശൻ പറയും അത് എത്ര പ്രാവശ്യം കണ്ടതാ, എന്നാലും TV കാണാൻ എന്തോ ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. ഇപ്പോ ആ പറയുന്ന നാട്ടുകാര് ഇന്ന് എങ്ങനെയാണ് മായോടുള്ളവരുടെ? അയ്യോ ഭയങ്കര ഇഷ്ടാ. ഇപ്പൊ പണ്ട് നമ്മളോട് മിണ്ടാത്തവരൊക്കെ അയ്യോ മായ പിന്നെ നമ്മുടെ കുട്ടിയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പണ്ടേ ഞാൻ വിചാരിച്ചതാണ്. അറിയായിരുന്നു, അന്ന് മായ ഡാൻസ് ഒക്കെ ചെയ്യായിരുന്നു, അറിയായിരുന്നു എന്നൊക്കെ പറയും. അങ്ങനെ നാട് തന്ന, ഇങ്ങനെ ഈ ഒരു ഇതിലെത്തിയതിനു ശേഷം നാട് തന്ന എന്തെങ്കിലും ഭയങ്കര മധുരമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ? അതെന്റെ ഡാൻസ് ടീച്ചറൊക്കെ എന്നെ വിളിച്ചു. എന്നെ ഡാൻസ് പഠിപ്പിച്ചിരുന്ന ഗുരുക്കന്മാര്, അവരുടെ അനുഗ്രഹമാണല്ലോ ആദ്യം വേണ്ടത്. അപ്പൊ അവര് പിന്നെ എന്നെ സ്കൂൾ പഠിപ്പിച്ച ടീച്ചർ ഇപ്പൊ മായനെ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. കാരണം അന്ന് ഞാൻ വീട്ടുപണിക്ക് നിൽക്കുമായിരുന്നു, അമ്മയും വീട്ടുജോലിക്ക് പോയായിരുന്നു, ഞാനും വീട്ടുജോലിക്ക് പോയായിരുന്നു, എന്നിട്ടാണ് സ്കൂളിൽ പോയിരുന്നത്. അപ്പൊ അത്രയും 0 ലെവലിൽ നിന്നിരുന്ന ഞാൻ ഇത്രയെങ്കിലും എത്തിയില്ലേ എന്ന് ആലോചിക്കുമ്പോൾ അവിടെ ഉള്ള എല്ലാവർക്കും ഭയങ്കര. തമിഴില് നമുക്ക് അങ്ങനെ ഒരു ഐശ്വര്യ രാജേഷ് ഉണ്ടല്ലേ? അതെ, ഐശ്വര്യം ഞാൻ വായിച്ചപ്പോഴാണ് അയ്യോ ഈ കുട്ടി ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നതാണോ എന്ന്. അപ്പൊ ഒരു പക്ഷേ ഞാനിപ്പോ അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നതാണ്, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഈ അനുഭവങ്ങൾ, ജീവിതത്തിലെ അനുഭവങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ആർട്ടിസ്റ്റിനെ അറിയാതെങ്കിലും പിന്നെ അങ്ങനെ ഷാർപ്പാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ ഇനി എന്ത് ദുഃഖം വന്നാലും അതിലും ഞാൻ എൻജോയ് ചെയ്യാണ്. പ്രതീക്ഷകളെ ഇല്ല എനിക്ക്. അതായത് ഇയാള് തരും അല്ലെങ്കിൽ ഇന്ന ആള് തരും അങ്ങനെ എനിക്ക് എന്ന് വിചാരിച്ചാൽ അവരോട് ആത്മാർത്ഥത ഇല്ല എന്നല്ല. ഇപ്പൊ ചേച്ചീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ചേച്ചിയിൽ നിന്ന് ഞാനൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ 100% ഹാപ്പിയാണ്. ഇപ്പൊ ചേച്ചി എനിക്ക് പോകുമ്പോ മായ 100 രൂപയുള്ളൂ കേട്ടാ എന്ന് പറഞ്ഞാലും 100 രൂപ ഉണ്ടോ, ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഇത്ര കിട്ടിയാൽ എത്ര ചെയ്യാം, അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിട്ട് വരുമ്പോൾ തന്നില്ലെങ്കിലാണ് നമുക്ക് സങ്കടം. അവിടെ പോയിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ, ഇത് നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. എൻ്റെ ചെറുപ്പത്തിലും അങ്ങനെ തന്നെയായിരുന്നു, നമ്മളെ ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല, തനിയെ അങ്ങനെ ജോലി ചെയ്ത് അങ്ങനെ വന്നതാണ്. അപ്പം അതുകൊണ്ട് പ്രതീക്ഷകളില്ല, കിട്ടിയതെല്ലാം ഹാപ്പിയാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴൊരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ വന്നൊരാൾക്ക് സിനിമയിൽ അവസരം കിട്ടി, പക്ഷെ സിനിമയിൽ അവസരം കിട്ടിയപ്പോൾ എനിക്ക് അറിഞ്ഞൂടോ അത് സത്യമാണോ എന്ന്. മായ പറഞ്ഞു എന്ന് പറയുന്നു, എന്നെ മമ്മൂക്ക നേരിൽ വിളിച്ചത് ഞാൻ വന്ന്, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അതുണ്ടായി. അത് എന്താ വെച്ചെങ്കിൽ ആ സമയത്തൊക്കെ ചേട്ടന്മാരെ പറ്റിക്കാൻ വേണ്ടിട്ട് അമ്മേനെ വിളിക്കും. അപ്പൊ അമ്മയ്ക്ക് അറിയില്ല കേട്ടോ ഈ ജൂറാസിക് പാർക്കൊക്കെ പറഞ്ഞ. അമ്മ സിനിമയോട് അത്ര താല്പര്യമില്ല കാണാൻ. അപ്പൊ അമ്മേടെ അടുത്ത് വിളിച്ചു പറഞ്ഞു, അടുത്ത ഞങ്ങളൊരു സിനിമ എടുക്കുന്നുണ്ട് ജൂറാസിക് പാർക്ക് എന്ന സിനിമയുടെ പേര്. ജൂറാസിക് പാർക്ക് 2nd മായയാണ് നായിക, മായ വരുമ്പോ ഒന്ന് പറയണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോയിക്കായിരുന്നു. അമ്മയ്ക്ക് ഇതറിയില്ല, പേരൊന്നും ഓർമ്മയില്ല. തിരിച്ചു വന്നപ്പോ അമ്മ പറഞ്ഞു, അതേ സിനിമയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അന്നൊന്നും ആയിട്ടില്ല കേട്ടോ, ഈ മനോരമയില് ചെറിയ സപ്പോർട്ടിങ്ങിനെ പോകുന്നുള്ളൂ. ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീയാണ് നായിക. നായികയോ? നായിക ഏത് സിനിമ? എനിക്കതൊന്നും അറിയില്ല, ഒരു ഇംഗ്ലീഷ് പേരാ പറഞ്ഞത്, എനിക്കറിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി പറ്റിപ്പന്നെ. അപ്പൊ ഞാനത് അങ്ങനെ കുറച്ച് പേരെന്നെ വിളിച്ച് പറ്റിക്കാറുണ്ടേ. അപ്പൊ അതുപോലെ ഇത് മനോരമയിലൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ രാത്രിയാണ് വിളിക്കണേ, ഒരു അസോസിയേറ്റ് എന്നെ വിളിച്ചേ. അപ്പൊ ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമയിലേക്കാണ്. സിനിമ വന്ന തന്നെ ഉമ്മക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു ആരാ നായകൻ? നയൻതാര. അപ്പൊ എനിക്ക് കിട്ടിയത് തന്നെ. നയൻതാര ഉണ്ട്, പിന്നെ അങ്ങനെ ക്രൗഡ് പറഞ്ഞു ആരൊക്കെ ഉണ്ട്, പിന്നെ നായകൻ മമ്മൂക്ക. അപ്പൊ എനിക്ക് 100% ഉറപ്പായി എന്നെ പറ്റിക്കുകയാണ്. അപ്പൊ ഞാൻ പക്ഷെ അത് അവരോട് കാണിച്ചില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പൊ എത്ര മണിക്ക് എത്തണം?
അപ്പോൾ അവിടുന്ന് നേരത്തെ എത്തണം, 8 മണിക്ക് എത്തണം, ഗോകുലം പാർക്കിലാണ് ഷൂട്ട്, എറണാകുളം. അന്ന് ഞങ്ങൾ വടക്കാഞ്ചേരിയാണ്. അപ്പോൾ എത്തണം, എത്താം കുഴപ്പമില്ല, 1/2 മണിക്കൂർ മുമ്പ് എത്തിയ കുഴപ്പമുണ്ടോ? ഞാൻ ഒറിജിനലി വിളിക്കുകയാണ് അവിടുന്ന് സിദ്ദിഖ് സാറ് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ തീരെ അതും നയൻതാരയും മമ്മൂക്കി ഉള്ളൊരു സിനിമയിൽ എന്നെ വിളിക്കുക എന്ന് പറയുമ്പോൾ വേറെ നടികളില്ലാത്ത പോലെ. അപ്പോൾ അതൊരു ജേർണലിസ്റ്റിന്റെ റോളായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു മമ്മൂക്കയുടെ കൂടെയുള്ള സീനാണ്, മായ നേരം വൈകരുത്, നേരത്തെ എത്തണം എന്നൊക്കെ പറഞ്ഞു. എത്താം. അപ്പോൾ ഈശ്വരാ മമ്മൂക്ക ക്ഷമിക്കണേ. ഞാൻ പറഞ്ഞു ഓക്കെ, മമ്മൂക്കോടൊന്ന് എന്നെ വിളിക്കാൻ പറയൂ എന്നൊക്കെ. എന്നിട്ട് ഞാൻ കട്ട് ചെയ്തു. എനിക്കറിയാലോ ഇത് പറ്റിക്കുകയാണല്ലോ, ഏട്ടന്മാര് വിളിക്കുന്നതാണല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു സാറ് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു മായയെ കാര്യമായിട്ട് പറയണതാണ്, മായക്ക് എത്താൻ പറ്റുമോ ഇല്ലേ അങ്ങനെ ചോദിച്ചിട്ട് കുറച്ച് ചൂടായിട്ട് വിളിച്ച്. അപ്പം എനിക്ക് പേടിയായി. ഇനിയിപ്പോൾ ശരിക്കും ഒറിജിനൽ ഞങ്ങൾ സിദ്ദിഖ് സാറ് പറഞ്ഞിട്ടാണ് വിളിക്കണേ. ഒന്നാമത് ഞങ്ങൾക്ക് നേരമില്ല, 100 ടെൻഷനാണ്, അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് കോമഡി കേൾക്കാനുള്ള സമയമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇപ്പം എനിക്ക് പേടിയായി. അപ്പം ഞാൻ പറഞ്ഞു സാറേ ഞാൻ വരാം, ഞാൻ പറ്റിക്കാന്ന് വിചാരിച്ചിട്ടാണ്, സോറി സാർ എന്ന് പറഞ്ഞു കേട്ടോ. അന്ന് സിദ്ദിഖ് സാർ ആയതുകൊണ്ട് ക്ഷമിച്ച് ഞാൻ ഇന്നും ഇവിടെ ഇരിക്കുന്നു. വേറെ ഏതെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിൽ ഞാൻ ഇന്നും മലയാള സിനിമ കാണില്ല. കാരണം അമ്മാതിരി വർത്താനാണ് ഞാൻ പറഞ്ഞത്. അപ്പം പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോൾ അവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, ഗോകുലം പാർക്കിൽ. അപ്പോൾ സിദ്ദിഖ് സാർ എന്നെ കണ്ട വഴിക്ക് പറഞ്ഞു വിശ്വാസം വന്നില്ല അല്ലേ? ഞാൻ പറഞ്ഞു ഇല്ല സാറേ. ഞാൻ പറഞ്ഞു സോറി സാർ. സിദ്ദിഖയ്ക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു സോറി സാർ, ഒന്നും വിചാരിക്കല്ലേ. ഞാൻ ഒന്നാമത് നയൻതാരയും മമ്മൂക്കിയൊക്കെ ഉള്ളിടത്തേക്ക് നമ്മളെ വിളിക്കുക പറയുമ്പോൾ ഞാൻ ഒട്ടും വിശ്വസിച്ചില്ല. മനസ്സിലായി അതല്ലേ രണ്ടാമത് വിളിപ്പിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ അത് പോയി ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു അത് ഞാൻ പോയി ചെയ്തപ്പോൾ ഒരു വലിയൊരു സ്ക്രിപ്റ്റ് ഇങ്ങനെ തന്നോട്ട് പറഞ്ഞു തെറ്റിക്കരുത്, മമ്മൂക്കിയാണ്, എന്താ തെറ്റിച്ച് കഴിഞ്ഞാൽ സാറിന് ദേഷ്യം വന്നാൽ അങ്ങ് പോവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച്. ഞാനിത് യുവാക്കളുടെ ഹരമായ റാണി കബീർ ഇപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് ശേഷം എടുത്തേ. ഇപ്പോഴും മറക്കില്ല ഞാൻ പേടിച്ചിട്ട്. അങ്ങനെ അത് ഒറ്റ ടേക്കിൽ പറഞ്ഞു. അപ്പോൾ പിന്നെ അവര് കുഴപ്പമില്ല. അങ്ങനെ അതാണ് ആദ്യത്തെ സിനിമ. പിന്നെ അത് കഴിഞ്ഞിട്ട് 21 ഗ്രാംസ്, വെടിക്കെട്ട്, പിന്നെ മൈ നെയിം ഈസ് അഴകൻ, എല്ലാം ഇങ്ങനെ സദ്യയുടെ അച്ചാറ് പോലെ സൈഡിൽ തൊട്ടുകൂട്ടാൻ വേണ്ടി. എന്നാലും അപ്പോഴും പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാനെപ്പോഴും വിളിച്ചല്ലോ, അങ്ങനെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അയ്യോ അത് പറഞ്ഞപ്പോഴായി ബന്ധം എനിക്കറിയില്ല, എനിക്ക് മായയുടെ പല കാര്യങ്ങളും ഇപ്പൊ മമ്മൂക്കയുടെ കാര്യം ഇപ്പൊ ക്ലിയർ ആയി. വേറൊരു കാര്യം ഞാൻ അതുപോലെ കേട്ടിട്ടുണ്ട്, നയൻതാരയായിട്ട് ബന്ധപ്പെട്ട്. അയ്യോ നയൻതാരയായിട്ട് എനിക്ക് ഭയങ്കര ബന്ധമാണ്. സത്യമാണോ അത്? ഓ മരിച്ചാലും മറക്കില്ല. ഞങ്ങളൊരു സെറ്റ് മുണ്ട് ബന്ധമുണ്ട്. അതൊക്കെ ഒരു വലിയ ഒരു 8 വർഷം മുമ്പേ ഈ നയൻതാരയുടെ ഒരു പരസ്യം ഞാൻ കണ്ടു. ഒരു ജ്വല്ലറിയുടെ, തമിഴ്നാട്ടിലെ നല്ലിയോ അങ്ങനെ എന്തോ ജ്വല്ലറിയുടെ, നല്ല ഭംഗിയുണ്ട് നയൻതാര ഇവിടുത്തെ സെറ്റുമുണ്ട് എന്ന് വെച്ചാൽ പൊന്നിന്റെ നിറം, ഗോൾഡ് നിറം. അപ്പോൾ ഞാൻ ഫിക്സ് ചെയ്തു എനിക്കിത് വേണം, ഞാൻ ഇതേ മേടിക്കുള്ളൂ, ചുരുക്കി പറയാം അതേ മേടിക്കുള്ളൂ എന്ന് പറഞ്ഞ് എറണാകുളത്തുള്ള സകല കട അന്വേഷിച്ചു. അവിടെ ഒന്നും ഈ സാധനം ഇല്ല. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു കണ്ടാ ഞാൻ എന്താ വാശി പിടിച്ചതെന്ന്. നയൻതാര കൊടുത്ത് ഇവിടെ ഒന്നും ഇല്ല, ബ്രാൻഡഡ് സാധനം അതൊക്കെ. അപ്പൊ അമ്മക്ക് ദേഷ്യം വരുന്നുണ്ട്. 3500 രൂപ ഉണ്ട് എൻ്റെ കയ്യില്, ഇഷ്ടം പോലെ കാശാണ്, 3500 രൂപ ഉണ്ട്. അങ്ങനെ അന്ന് ഞങ്ങൾ വടക്കാഞ്ചേരിയാണ്. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം ചേച്ചി ഉണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു മായ സെറ്റ് മുണ്ട് മാത്രമുള്ള ഒരു ഷോപ്പുണ്ട് തിരുവനന്തപുരത്ത്, അവിടെ ഒന്ന് പോയി അന്വേഷിക്കൂ, അവിടെ കിട്ടും എന്ന് പറഞ്ഞു. അവിടെ ബ്രൈഡലിനൊക്കെ ചെയ്യുന്ന ഈ ഗോൾഡൻ നൂലിലൊക്കെ ചെയ്യുന്ന ഷോപ്പാണ്. അപ്പോൾ ഇവിടുന്ന് വടക്കാഞ്ചേരിന്ന് പോവാട്ടോ തിരുവനന്തപുരത്തേക്ക് സെറ്റ് മുണ്ട് എടുക്കാൻ. അപ്പൊ എന്താ വെച്ചെങ്കിൽ ആശാചാരത്തിന്റെ കൂടെ ഒരു തിരുവാതിരക്കളി ഉണ്ട് ഓണത്തിന്. അപ്പൊ അത് എടുക്കാലോ എന്നുള്ള സന്തോഷത്തിലാണ് വാങ്ങാൻ പോണേ. ഈ ഫോട്ടോ ഉണ്ട് നയൻതാരയുടെ, ഫോട്ടോ വെച്ച് പോയി അവിടെ ഇറങ്ങിയിട്ട് 250 രൂപ ഓട്ടോയ്ക്ക് അതും കൊടുത്ത് ആ ഷോപ്പിലെത്തിയപ്പോൾ ഞാൻ താഴെയുള്ള അവരടുത്ത് വെച്ചു ഇങ്ങനെ ഈ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇതന്നെ വേണം, അവിടെ എറണാകുളത്ത് ഒന്നുമില്ല, എനിക്ക് ഇവിടെ വേണം. അവിടെ ഉണ്ട്. അപ്പൊ അവിടുത്തെ ഓണർ പറഞ്ഞു ഇവിടെ ഉണ്ടല്ലോ, മുകളിലുണ്ട്. അപ്പൊ ഇതൊക്കെയോ താഴെ ഒരു കട, മുകളിൽ, അങ്ങനെയാ 2 ഷോപ്പ്. അപ്പൊ ഇതൊക്കെ 600-ൻ്റെയാണ് മോളെ, ഇങ്ങനത്തെ കിട്ടണമെങ്കിൽ മുകളിലാണ്. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് 600-ൻ്റെയാണ്. മോളിൽ കയറി ഇപ്പൊ അന്ന് ഏഷ്യാനെറ്റിലൊക്കെ ചെറുതായിട്ട് ചെയ്യണ്ട. അപ്പൊ അവർക്ക് മനസ്സിലായി കേട്ടോ, എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ആശ മാമിന്റെ കൂടെ ഡാൻസ് ഉണ്ട്, ഇപ്പൊ എനിക്ക് സെറ്റ് മുണ്ട് വേണം. ഭയങ്കര ഗമ്മയില്ലേ, 3500 രൂപയല്ലേ കയ്യിലിരിക്കുന്നത്. അങ്ങനെ ഇത് കാണിച്ചു കൊടുത്തു. ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു മായ്ക്ക് എന്തിന് എത്ര റേറ്റിന്റെ, കല്യാണമാണോ എന്നൊക്കെ ചോദിച്ചു ഫസ്റ്റ്. അപ്പം ഞാൻ കല്യാണത്തിനല്ല, എനിക്കൊരു ഫംഗ്ഷൻ, ഒരു പ്രോഗ്രാം ഉണ്ട് അതിനിടാനാ. അപ്പം ഇവർ തമ്മിൽ ഇങ്ങനെ എന്തോ പറയുന്നുണ്ട്, ഇത്ര വില എന്തിനാണ്, ബ്രൈഡലും അല്ല എൻ്റെ കല്യാണവും അല്ല, പിന്നെ എന്തിനാന്നാണ് അവർ ആലോചിക്കണത്.
അങ്ങനെ എടുത്തിട്ടേ ഓരോന്നോരോന്നെടുത്ത് ഏകദേശം അത്രക്കില്ല എന്നാലും കുഴപ്പമില്ല, അതുപോലെ ഏകദേശം ഇത്രയും കൂടെ ക്ലിയർ ആയിട്ടില്ല. അങ്ങനെ അപ്പോൾ എത്രയാവും റേറ്റ് പറഞ്ഞ്. അപ്പോൾ എൻ്റെ കയ്യിൽ 3500 രൂപ ഉണ്ട്. എത്ര റേറ്റ്? 70,000 സ്റ്റാർട്ടിങ്. 70,000. അതവര് മുന്നേ പറഞ്ഞു ബ്രൈഡലാണോ എന്നോട് വെച്ച് കല്യാണാണോ. ഞാൻ പറയും കല്യാണമല്ല, ഫംഗ്ഷനാണ്. ഞാനൊക്കെ ഫംഗ്ഷൻ ഇതേ കൊടുക്കാറുള്ളൂ. 3500 രൂപ കയ്യിലുണ്ട് എൻ്റെ കയ്യിൽ. വേറൊരു പൈസയില്ല. ഒന്നാമത് 70,000 എനിക്ക് എവിടുന്ന. അയ്യോ, ഇനി അതിലും റേറ്റ് കൂടിയതുണ്ട്, വേണോ? വേണ്ട. അമ്മ എന്നെ ഒരു നോട്ടം നോക്കി. പൈസ ഇല്ലാത്തോടത്തേ വടക്കാഞ്ചേരി. അയ്യോ, ഞാൻ എൻ്റെ ലൈഫിൽ മറക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു 70 ഉണ്ടോ? അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി അല്ല, ചെറുതാണ് മാം, 70,000. ഇനിയുള്ളത് 1.5 ലക്ഷം. അങ്ങനെയാണ്. അതാ ഞാൻ മായോട് ചോദിച്ചത് ബ്രൈഡലാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചത് എന്താ എൻ്റെ പ്രത്യേകം? അത് ഗോൾഡൻ നൂല് ഇടയിൽ വെച്ചിട്ടാ തുന്നണേ. അത് നൈസാണ്. നമ്മുടെ ടിഷ്യൂ ഒക്കെ ഇല്ലേ, അതുപോലെ നമ്മുടെ ടിഷ്യൂ പേപ്പർ പോലെ നൈസാണേ. ആ സ്റ്റാർട്ടിങ് 70,000 എനിക്കറിയോ. അപ്പൊ പിന്നെ തീരുമാനിച്ചു നയൻതാര തന്നെ എടുത്തോട്ടെ. ഞാൻ എപ്പോഴും നയൻതാര കാണുമ്പോൾ ഞാൻ എൻ്റെ അബുദം ആലോചിക്കും. ഭയങ്കര അബുദമായിരുന്നു അതിന്. അപ്പം ഞാൻ പറഞ്ഞു ഇത്ര റേറ്റ് കൂടിയത് വേണ്ട. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പൈസ ഇല്ല എന്ന് പറയുന്നത് നാണക്കേടല്ലേ. ഞാൻ പറഞ്ഞു ഇത്ര വരുമല്ലേ, അത്ര വേണ്ട. നമുക്ക് ഒരു പ്രോഗ്രാമിന് എടുത്താൽ പിന്നെ ഉടുക്കാൻ പറ്റില്ലല്ലോ, വേറെ അടുത്ത കാലത്തൊന്നും പിന്നെ അത് അങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്റെ കപ്പാസിറ്റി അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അത് കാണിച്ചില്ല. ഞാൻ പറഞ്ഞു അന്ന് പിന്നെ മേടിക്കാൻ അന്ന് ഇറങ്ങിയത് ആ കടയിൽ നിന്ന്. 8 പിന്നെ ഞാൻ ആ വശത്തേക്ക് പോയിട്ടില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ആർക്ക് വേണമെങ്കിൽ പറ്റിക്കാൻ റെഡി ആയിട്ടുള്ളൊരു നേച്ചർ ഉള്ളത് കൊണ്ട് ആരെങ്കിലും മനസ്സ് വെച്ച് പറ്റിച്ചിട്ടില്ല കേട്ടോ? വർക്കിനെ വിളിച്ചിട്ടോ അങ്ങനെ പൈസ തരാതിരിക്കുക, അല്ലെങ്കിൽ വർക്ക് ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി നിർത്തിയിട്ടുമില്ല. വർക്കിൽ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. അതെങ്ങനെ മാറ്റി നിർത്തും? ഇത്രയും ടാലന്റ്. അയ്യോ, അങ്ങനെയല്ല. അവരാദ്യം ഫോട്ടോ കണ്ടിട്ടാണല്ലോ വിളിക്കണത്. അല്ല, ഒരുപാട് കിടക്കല്ലേ പലതരം ക്യാരക്ടേഴ്സ്. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ പൈസ പറ്റിക്കുക, പൈസ തരാതിരിക്കുക, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സഹായിച്ച അതൊക്കെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കഴിഞ്ഞു. പിന്നെന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് എന്താ പറയാ, സങ്കടം വന്നുകൊണ്ട് തന്നെ സന്തോഷമായിട്ട് അഭിനയിക്കേണ്ടി വന്നു എന്ന് ചോദിക്കാൻ പറ്റിയ ഒരാളെ അല്ല മായ. കാരണം എനിക്കെന്താ തോന്നുന്നു വെച്ചാ ഇതിലും വലുത് കഴിഞ്ഞു എന്ന് വെച്ചാ പട്ടിണി വരെ കിടന്നിട്ട് വന്നിട്ടുണ്ട്. ഒരു ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാതെ. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല, വാടകയ്ക്കായിരുന്നിരുന്നത്. വാടകയ്ക്ക് എന്ന് പറയാനും പറ്റില്ല. കാരണം ഒരു വീടിന്റെ സൈഡ് റൂമിൽ ഒറ്റ റൂമിൽ ഇരുന്നിരുന്നത്. അന്ന് 300 രൂപയ്ക്ക് വാടക. പക്ഷെ ഈ 300 കൊടുക്കാനില്ല ഞങ്ങൾക്ക്. കാരണം അന്നത്തെ ഇപ്പോഴല്ല കേട്ടോ, ഒരു 15 കൊല്ലം മുമ്പത്തെ കാര്യം പറയണേ. അന്ന് ഒരു മാസം പണിതാൽ 250 രൂപ ശമ്പളം. ഒരു മാസം 30 ദിവസം കഴിഞ്ഞാലാണ് നമുക്കൊരു വീട്ടിൽ നിന്ന് 250 രൂപ കിട്ടണേ. പിന്നെ എങ്ങനെ നമ്മൾ 300 രൂപയ്ക്ക് വാടകയ്ക്ക് ഇരിക്കും? അങ്ങനെ ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി നമ്മൾ അവരുടെ വീട്ടിലൊക്കെ വാടകയ്ക്ക്. ഒരു മുസ്ലിം ഫാമിലി ഉണ്ടായിരുന്നു, അവരാണ് നമുക്ക് വാടകയ്ക്ക് എന്നിട്ട് അവർ നമ്മുടെ അടുത്ത് 150 രൂപയ്ക്ക് മേടിച്ചിട്ടുള്ളൂ മാസം. അമ്മയും മോളും അല്ലേ എന്നിട്ട്. അതുകൊണ്ടാണ് ഞാൻ സ്ഥിരമായിട്ടൊരു വീട്ടില്, ഒരു ബ്രാഹ്മിൻസിന്റെ വീട്ടിൽ നിന്നത്. പിന്നെ അമ്മയ്ക്ക് അമ്മയുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ. അവരിപ്പോഴും ഉണ്ടോ? ആ ഫാമിലി അവിടെ തന്നെ ഉണ്ടോ? ഇല്ല, അവര് മുത്തശ്ശനും അവരൊക്കെ മരിച്ചുപോയി. ഇപ്പൊ അവരുടെ മക്കളൊക്കെ ബോംബെയിലും അമേരിക്കയിലൊക്കെ ഉണ്ട്. അവരുമായിട്ട് കോണ്ടാക്ട് ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യും. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവിടെ നിന്നൊരു കുട്ടി ഇങ്ങനെയെങ്കിലും എത്തിയല്ലോ എന്നുള്ളൊരു. എന്തായാലും ഒരു വീട് എന്നുള്ള സ്വപ്നവും ഇപ്പൊ കഴിഞ്ഞ വർഷം സീമാജി നായർ അവര് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അവരും പിന്നെ വിജയകുമാരി അമ്മ, അവരാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. സീമ ചേച്ചിക്ക് എന്നെ അറിയില്ലായിരുന്നു, നമ്മുടെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഏഷ്യാനെറ്റിൽ ഗസ്റ്റ് ആയിട്ട് വരും വിജയകുമാരി ചേച്ചി. അപ്പൊ എന്നോട് നമ്മളിങ്ങനെ ഇതുപോലെ സംസാരിക്കുമല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ സീമാജി നായരോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. അപ്പൊ ഞാൻ അയ്യോ വേണ്ട, അവർക്ക് തന്നെ ഒരുപാട് ഇതുണ്ടാവും, നമ്മളെക്കാളും ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് പേരുണ്ടാവില്ലേ. അപ്പൊ അല്ല, ഞാൻ പറഞ്ഞു നോക്കട്ടെ, നീ ഒരു പെൺകുട്ടിയല്ലേ, എവിടെയെങ്കിലും ഒരു വീട് വേണം എന്നൊക്കെ പറഞ്ഞ് അവരാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. അപ്പൊ സീമ ചേച്ചി എന്നെ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു ഞാൻ ശ്രമിക്കാം, പക്ഷെ നടക്കുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വേണ്ട, പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല ചേച്ചി, ഒരു പ്രശ്നവുമില്ല, ശ്രമിച്ചിട്ടില്ലെങ്കിൽ വേണ്ട, ഒക്കെ ഓരോ യോഗമാണല്ലോ, വീടൊക്കെ ഉണ്ടാവുന്നതൊക്കെ ഒരു കുഴപ്പമില്ല. അങ്ങനെ 5 സെന്റ് സ്ഥലം മേടിച്ചു.
ഒക്കെ പതുക്കെ പതുക്കെ ആയുള്ളൂ കേട്ടോ. പൈസ എന്ന് പറഞ്ഞത് എത്ര പണക്കാരാണെങ്കിലും അവരിൽ നിന്ന് കിട്ടാനും വേണമല്ലോ ഒരു യോഗം. എല്ലാവരും തന്നോളണമെന്നില്ല. അങ്ങനെ കുറച്ച് സേവ് ചെയ്തിട്ട് 5 സെന്റ് സ്ഥലം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് 6 മാസം അത് കാട് പിടിച്ച് കിടന്നു. അപ്പോഴും ചേച്ചിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് സ്ഥലമെങ്കിലും ഇല്ലേ, മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ സ്വന്തമായിട്ട് സ്ഥലമെങ്കിലും ഇല്ലേ, അത് നടക്കുമ്പോൾ നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പിന്നെ വേഗം നടന്നു. ഈ 6 മാസം കഴിഞ്ഞപ്പോഴാണ് പിന്നെയും പൈസ വന്നു തുടങ്ങിയത്. അപ്പോൾ പിന്നെ വേഗം നടന്നു. ഇപ്പൊ കുറച്ച് സിനിമകൾ അത്യാവശ്യം വരുന്നുണ്ട്. കുഴപ്പമില്ല, സീരിയലും സിനിമയൊക്കെ അത്യാവശ്യം ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ ഏതാ ചെയ്തോണ്ടിരിക്കുന്ന ഇപ്പൊ ചെയ്ത് കഴിഞ്ഞത് കമൽ സാറിന്റെ മൂവിയാ, ഷൈൻ ടോം ചാക്കോന്റെ. നല്ല ക്യാരക്ടറാണോ അത്? ഒറ്റ സീനേ ഉള്ളൂ, പക്ഷെ ഉള്ളത് മറ്റേ ജോണി ആന്റണി സാറിന്റെ കൂടെ ഉള്ളൊരു ഒറ്റ തൊടുപുഴയിലായിരുന്നു ഒറ്റ സീൻ. അത് വിവേകാനന്ദം വൈറലാണ് പറഞ്ഞിട്ട് ഒറ്റ ദിവസത്തെ ഷൂട്ട്, രാവിലെ പോയി ഉച്ചയ്ക്ക് കഴിഞ്ഞു, അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പൊ ചെയ്യാൻ പോണത് അർജുൻ അശോകൻ അവരുടെ മൂവിയാ. അതൊരു 4-5 ദിവസം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാത്ത എന്താ വെച്ചാൽ സിനിമയാണ്, നമുക്ക് പറയാൻ പറ്റില്ല. വേറെ സീരിയൽസ് എന്തെങ്കിലും ഇപ്പൊ കനൽപ്പൂവ് സൂര്യ ടിവിയില് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബാലനും രമയും ചെയ്യുന്നുണ്ട്. അത് ത്രൂ ഔട്ട് അല്ല, ഇടയ്ക്കുള്ള ക്യാരക്ടറാ. ഇപ്പൊ കനൽപ്പൂവിലെ ക്യാരക്ടർ അത് ത്രൂ ഔട്ട് ഉള്ളതാ. കോമഡിയാണോ അതോ? കോമഡി അല്ല, അതെല്ലാവരും വെറുക്കുന്ന ഒരു ക്യാരക്ടറാ. ഒരു ഭയങ്കര എപ്പോഴും വഴക്ക് കൂടുന്നതും ഒരു സ്വസ്ഥത കൊടുക്കില്ല ഒരു കുടുംബത്ത്. അങ്ങനെ സ്വത്ത് കിട്ടണം എന്നുള്ളൊരു ഇത്, ഒരു എന്താ പറയുക, കോളനി കോളനി എന്ന് പറയാൻ പാടില്ല, കട്ടി കളഞ്ഞാൽ മതി, കോളനി ലേഡി ആണ്. അപ്പോൾ അതിൽ ഞങ്ങൾ പാവങ്ങളാ, പക്ഷെ പണക്കാരി പെണ്ണിനെ കെട്ടിയിട്ട് അവിടെ അലമ്പാക്കുന്നത്, ഒരു കൾച്ചറും ഇല്ലാതെ ഉള്ളൊരു സ്റ്റാൻഡേർഡൊന്നും ഇല്ലാതെ അങ്ങനെ സംസാരിക്കുന്നൊരു കാണുന്ന സ്വപ്നത്തിന്റെ വലുപ്പം എന്താണെന്നറിയാതെ സ്വപ്നം കണ്ടു തുടങ്ങിയ ഒരാളാണ് ആ പ്രായത്തില്. പക്ഷേ ആ സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തി, ആ സ്വപ്നത്തിലൂടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണു. നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം ഇതുവരെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം കുറച്ചുകൂടി വലിയ സ്വപ്നം കാണാൻ ഒരു ധൈര്യം കിട്ടിയാൽ കാണുന്ന സ്വപ്നം ഇപ്പം എന്താ? എനിക്ക് കിട്ടിയതെല്ലാം ഭാഗ്യമായിട്ട് വിചാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാഗ്രഹം എൻ്റെ ജോലിയായിരുന്നു, അഭിനയിക്കണം എന്നുള്ളതായിരുന്നു. അതിപ്പോൾ ഒരു പാസിങ്ങിന് വിളിച്ചാലും ഞാൻ ഓടിപ്പോവും. ഡയലോഗൊന്നുമില്ല, പാസിങ് മതി ഏട്ടാ അതിലും പോകും. അങ്ങനെ ഇന്നതാവണമെന്നില്ല. ഒരാഗ്രഹമുള്ളത് തമിഴിൽ അഭിനയിക്കണം എന്ന് ഭയങ്കര. തമിഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോൾ എല്ലാവരും എന്നെ പാണ്ടിന്നാണ് വിളിക്കാറ്. തമിഴെത്തി എന്ന് വിളിക്കും. എനിക്കെന്തോ തമിഴിനോട്, അതാ ചെറുപ്പം തൊട്ടേ ആ തമിഴ് കണ്ടോണ്ടായിരിക്കും. തമിഴ് സംസാരിക്കാനും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും ഭയങ്കര ഇഷ്ടം തമിഴ്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഒരാഗ്രഹം ഇല്ലാതെ ഇതുവരെ എത്തിയതാളാ. ജോലിയിൽ മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അഭിനയിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് എത്തി. അപ്പൊ എന്തായാലും ഇനി മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് അതൊക്കെ കടന്നു പോകാൻ പറ്റെങ്കിൽ പോയിക്കോട്ടെ, ഭാഷകളൊക്കെ കടന്നു പോയിക്കോട്ടെ. അതെ, നിറയെ നല്ല നല്ല കഥാപാത്രങ്ങൾ. കാരണം എന്താ വെച്ചാൽ മായ ഒരു നല്ല ആർട്ടിസ്റ്റാണ്. ഇപ്പൊ കോമഡി സ്കിറ്റുകൾ ചെയ്യുമ്പോൾ പോലും പലതരം റൗണ്ടുകളൊക്കെ അല്ലേ, പലതരം തീം, അതിൽ ഓരോന്നിലെയും എന്തോരം ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ വൈറലായത് മഴവിൽ മനോരമയിൽ ഒരു കോളനി ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. അത് മാം കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഒരു 3 പൈപ്പ് വെച്ചിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ഇല്ല, അത് ഭയങ്കര വൈറലായിരുന്നു. അപ്പം അതുപോലത്തെ കഥാപാത്രങ്ങൾ സിനിമയിലൊക്കെ തന്നെ കുറെ സംഭവിക്കട്ടെ. ഒരു നടി എന്ന രീതിയിൽ അത് ഞങ്ങളുടെയും കൂടെ ഒരു സ്വപ്നം വെച്ചു. കൂടുതലും കാരണം മായക്കൊക്കെ തീർച്ചയായിട്ടും വരാവുന്ന സ്പേസ് ഉണ്ട്, അതിന് മാത്രം സ്റ്റഫ് ഉണ്ടല്ലോ കയ്യിൽ. അപ്പം അങ്ങനെ കൂടുതൽ സ്പേസുകളിൽ മായ കാണാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. ഇതേപോലെ എന്നും എന്തിനേയും കണ്ടോ ചിരിയോടെ നേരിടുമ്പോഴാണ്. അതുകൊണ്ടായിരിക്കാം പ്രതിസന്ധികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മൾ തള്ളി മാറ്റുകയല്ല, തോറ്റ് പിന്മാറുക എന്ന് പറയും. നമ്മൾ കാണുന്ന പോലെ ഇരിക്കും. നമുക്ക് ഇനി എത്ര ദുഃഖം ഉണ്ടെങ്കിലും നമ്മൾ അതിനോട് ഫേസ് ചെയ്യുന്ന പോലെ ഇരിക്കും. എന്ന് വെച്ചാൽ സന്തോഷം നമുക്ക് ആരും കൊണ്ടുവന്നില്ല, അത് നമ്മുടെ ഉള്ളില് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാ. തീർച്ചയായിട്ടും. അല്ലാണ്ട് നമ്മൾ ചിരിക്കണോ നമ്മൾ കരയണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സാ. അല്ലാണ്ട് ആരും നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല, നമ്മളെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് സ്നേഹിക്കുന്നവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അതല്ല. പക്ഷെ ആരിൽ നിന്നും ഒന്നും അക്സെപ്റ്റ് ചെയ്യരുത്. അത് കിട്ടാതാകുമ്പോഴാണ് നമുക്ക് നിരാശയും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കൂളായിട്ട് എപ്പോഴും ഇരിക്കുക, പിന്നെ എപ്പോഴും നന്നായിട്ട് പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. എല്ലാവരോടും സ്നേഹമായിട്ട് നിൽക്കുക. തീർച്ചയായിട്ടും. അപ്പൊ ഇതിന്റെയൊക്കെ പുണ്യവും ഭാഗ്യവും ഒക്കെ മായയ്ക്ക് സ്വന്തമാവട്ടെ. ഒരുപാട് സന്തോഷം ഈ ഒരു സമയം. അതെ, എനിക്കും. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല റാണി മാമിന്റെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം ഇതെല്ലാം ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വന്നു പോണ ഒരു
പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൽ എനിക്ക് ഇരിക്കാൻ പറ്റിയതിൽ ഭയങ്കരമായ സന്തോഷമുണ്ട്, അതിലേറെ നന്ദിയുണ്ട്. കാരണം ഇതൊക്കെ ഇപ്പം ഞാൻ മായർത്തി കൊണ്ട് പറയില്ല, ഇപ്പം ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു എന്നാണ് ഞാൻ ഇതിൽ വിശ്വസിക്കുന്നത്. കാരണം ഇത് നമ്മുടെയും കൂടി ഭാഗ്യമാണ്. നമുക്ക് എന്ത് താഴ്മ, നമുക്ക് എന്ത് നമ്മളെ താത്തിയാലും അതിനേക്കാൾ ഉയരത്തിൽ ദൈവം ഒരു നമുക്ക് കണ്ടുവച്ചിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ ചെറുപ്പത്തിൽ അച്ഛനില്ല, ഞാൻ അച്ഛനെ കണ്ടിട്ടേ ഇല്ല. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ, അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പോയതാണ് അച്ഛൻ, പിന്നെ ഇതുവരെ വന്നില്ല. സെക്കൻഡ് മാരേജ് ഒക്കെ ചെയ്തു എന്ന് പറയണു. പിന്നെ നമ്മൾ അന്വേഷിക്കാനുള്ള പൈസയും നമ്മുടെ കയ്യിലില്ല, കേസ് കൊടുക്കാനുള്ള അതൊന്നുമില്ല, അറിയാലോ നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ ചെറുപ്പത്തിലേ സ്ട്രഗിൾ ചെയ്ത് വന്നോണ്ട്, പക്ഷെ എനിക്ക് ഇതുപോലെ വലിയൊരു ഇത് ദൈവം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമ്മൾ അന്ന് ബുദ്ധിമുട്ടിയതൊന്നും ഒന്നുമല്ലാന്ന് ഇപ്പം തോന്നുന്നു. അപ്പോൾ എല്ലാവരും ലൈഫിലും അങ്ങനെ ആയിരിക്കും, ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അപ്പോൾ ഒരു ദുഃഖത്തിന് എപ്പോഴും ദൈവം ഒരു സന്തോഷം നമുക്ക് തരും. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത്തരം ചിന്താഗതികളാണ് ശരിക്കും മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു അല്ലേ? നമ്മളൊക്കെ എന്തൊക്കെ പരാതികളാണ് പറയുക എല്ലാം ഉണ്ടായിട്ടും. ഇതപ്പോൾ മായയുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക മാതൃകയാണ്. സത്യം പറഞ്ഞാൽ പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യല്ല ചെയ്യുന്നത്, നമ്മളുടെ മനക്കരുത്ത്, നമ്മളതിനെ നേരിടുന്ന രീതി കൊണ്ട് പ്രതിസന്ധികൾ കീഴടങ്ങുകയാണെന്ന് ഞാൻ മായയുടെ ജീവിതം ഇത്രയും കേട്ടതിൽ നിന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. എന്തായാലും മായയുടെ ഈ വാക്കുകളും ഈ ഒരു മോട്ടിവേഷനൊക്കെ വെച്ച് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. പിന്നെ വീണ്ടും കാണാം അടുത്ത ആഴ്ച.